നയൻതാര. വിസ്മയത്തുമ്പത്തിലെ റീത്ത മാത്യൂസും മനസ്സിനക്കരയിലെ ഗൗരിയുമെല്ലാം കടന്ന് ഇന്ത്യൻ സിനിമയിലെ തന്നെ മിന്നുന്ന താരമായി ലേഡി സൂപ്പർ സ്റ്റാറായി മാറി. ഒരു മലയാളി പെൺകുട്ടിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ആരും കൊതിച്ചുപോകുന്ന ബ്രാൻഡ് നെയിം നയൻതാരയാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. ധനുഷ് എന്ന തമിഴ് സിനിമ ടൈക്കൂണിനോട് ഏറ്റുമുട്ടുകയാണ് നയൻസ്. തനിക്കും ഭർത്താവ് വിഘ്നേഷ് ശിവനുമെതിരെ ധനുഷ് പ്രതികാരം വീട്ടുന്നുവെന്ന ആരോപണമാണ് ഏറ്റവും ഒടുവിലായി നയൻതാര ഉന്നയിച്ചിരിക്കുന്നത്. നയൻതാരയുടെ വിവാഹത്തോടനുബന്ധിച്ച് നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കാനിരുന്ന നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിൽ എന്ന ഡോക്യുമെന്ററി വൈകിയതിന് പിന്നിൽ ധനുഷാണെന്നാണ് നയൻതാരയുടെ കുറിപ്പിലെ ആരോപണം. നയൻതാര ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ച തുറന്ന കത്തിലാണ് ധനുഷിനെതിരെയുള്ള വെളിപ്പെടുത്തലുകൾ. 2022 നയൻതാര വിഘ്നേഷ് വിവാഹം. നയൻതാരയുടെ കരിയറിനെ ആധാരമാക്കി ഒരുക്കിയ ഡോക്യുമെന്ററിയിൽ ഞാനും റൗഡിതാൻ എന്ന ചിത്രത്തിലെ ചില രംഗങ്ങൾ ഉപയോഗിക്കുന്നതിന് ചിത്രത്തിന്റെ നിർമ്മാതാവായ ധനുഷ് തടസ്സം നിന്നതിനാലാണ് 2 വർഷം നീണ്ട കാത്തിരിപ്പ് ഡോക്യുമെന്ററിയുടെ റിലീസിനായി വേണ്ടിവന്നതെന്ന് കുറിപ്പിൽ പറയുന്നു. വിഘ്നേഷ് സംവിധാനം ചെയ്ത് നയൻതാര പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് ഇരുവരും പ്രണയത്തിലായത്. നയൻതാരയുടെ സിനിമാ ജീവിതം പ്രമേയമാകുന്ന ഡോക്യുമെന്ററിയിൽ നാനും റൗഡിതാൻ എന്ന ചിത്രത്തിലെ ചില ഭാഗങ്ങൾ ഉപയോഗിക്കുന്നതിനായി ധനുഷിനെ സമീപിച്ചിരുന്നെങ്കിലും ധനുഷ് NOC തരാൻ വിസമ്മതിക്കുകയായിരുന്നു. നടപടികൾക്ക് കാലതാമസം നേരിട്ടത് ഡോക്യുമെന്ററിയുടെ റിലീസിനെ ബാധിച്ചു. പലതവണ ആവശ്യപ്പെട്ടിട്ടും സിനിമയിലെ ചിത്രങ്ങൾ പോലും ഉപയോഗിക്കാൻ ധനുഷ് സമ്മതിച്ചില്ല. ഇക്കാരണത്താൽ ചിത്രം എഡിറ്റ് ചെയ്യേണ്ടതായി വന്നെന്നും നയൻതാരയുടെ കുറിപ്പിൽ പറയുന്നു. എന്നാൽ ഒടുവിലായി ഡോക്യുമെന്ററിയുടെ ട്രെയിലർ പുറത്തുവന്നതിന് പിന്നാലെ ധനുഷ് 10 കോടി ആവശ്യപ്പെട്ടുകൊണ്ട് നയൻതാരയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. ഞാനും റൗഡിതാൻ എന്ന സിനിമയുടെ ചിത്രീകരണ സമയത്ത് ചിലർ ഷൂട്ട് ചെയ്ത 3 സെക്കൻഡ് ദൈർഘ്യമുള്ള ലൊക്കേഷൻ ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചു എന്ന കാരണത്താലാണ് ധനുഷ് നോട്ടീസ് അയച്ചിരിക്കുന്നതെന്നും നയൻതാര പറയുന്നു. ഇന്റർനെറ്റിൽ ഇതിനോടകം പ്രചരിക്കുന്ന ചില ദൃശ്യങ്ങളാണ് ട്രെയിലറിൽ താൻ ഉപയോഗിച്ചതെന്നും BTS ദൃശ്യങ്ങൾ ട്രെയിലറിൽ ഉപയോഗിച്ചത് എങ്ങനെ പകർപ്പവകാശ ലംഘനമാകുമെന്നും നയൻതാര ചോദിക്കുന്നു. മുമ്പും ധനുഷിന്റെ പ്രവൃത്തികൾ തന്നെയും കുടുംബത്തെയും വേദനിപ്പിച്ചിട്ടുള്ളതായി കത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സിനിമാ ചിത്രീകരണ സമയത്ത് ധനുഷിൽ നിന്നും മോശമനുഭവം ഉണ്ടായിരുന്നു. സിനിമ ഇഷ്ടപ്പെടാതിരുന്ന ധനുഷ് ചിത്രം വലിയ വിജയമായപ്പോൾ അസ്വസ്ഥനായിരുന്നെന്നും നയൻതാര പറയുന്നു. ഇതിന്റെ ബാക്കി പത്രമായാണ് സിനിമയുടെ ഭാഗങ്ങൾ ഉപയോഗിക്കാൻ വിസമ്മതിച്ചതും ഇപ്പോൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള വക്കീൽ നോട്ടീസ് അയച്ച് പക വീട്ടുന്നതെന്നും നയൻതാര ആരോപിക്കുന്നു. ആദ്യമായാണ് നയൻതാര ഇത്രയും രൂക്ഷഭാഷയിൽ പരസ്യ വിമർശനം നടത്തുന്നത്. ധനുഷ് പുറമേക്ക് കാണുന്നത് പോലെ അല്ലെന്നും തന്നോടും ഭർത്താവ് വിഘ്നേഷ് ശിവനോടും പകയുണ്ടെന്നും നയൻതാര ആരോപിച്ചു. പിന്നാലെ നയൻതാരയ്ക്കെതിരെയും രൂക്ഷമായ സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. ഒടുവിൽ വിഷയത്തിൽ നയൻതാരയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് തമിഴകത്തെ ഫിലിം ജേർണലിസ്റ്റും മുൻ ഫിലിം മേക്കറുമായ അന്തൻ. ധനുഷിന്റെ സ്വഭാവം നയൻതാര പറഞ്ഞതുപോലെയാണെങ്കിലും ഈ വിഷയത്തിൽ ധനുഷിന്റെ ഭാഗത്താണ് ന്യായമെന്ന് അന്തനൻ പറയുന്നു. ഇത് പണത്തിന്റെ വിഷയമല്ല, ഈഗോയാണ്. അതുകൊണ്ടാണ് ഇത്ര വലിയ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കത്തിൽ വിഘ്നേഷിന്റെ പങ്കുമുണ്ട്. നാണും റൗഡിതാൻ പ്രേക്ഷക പ്രീതി നേടിയെങ്കിലും ധനുഷിന് ഈ സിനിമ നഷ്ടമായിരുന്നെന്നാണ് അന്തനൻ പറയുന്നത്. ഈ സിനിമ നടക്കുമ്പോൾ വിഘ്നേഷ് ആരും അറിയുന്ന സംവിധായകനല്ല. 6 കോടി രൂപ ബജറ്റിൽ സിനിമ ചെയ്യാനാണ് ധനുഷ് പറഞ്ഞത്. വിജയ് സേതുപതി ശമ്പളം വാങ്ങാതെയാണ് അഭിനയിച്ചത്. ഷൂട്ട് തുടങ്ങി കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ നയൻതാരയും വിഘ്നേഷും പ്രണയത്തിലായി. ഇത് ധനുഷിന് ഇഷ്ടപ്പെട്ടില്ല. ആ നീരസത്തോടെയാണ് പടം തുടങ്ങുന്നത്.